കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും ഹൃദയാംഗമായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഹെസ്കേൽ പ്രവചനത്തിന് 40-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഹെസ്കേൽ പ്രവചനം 40-ാം അധ്യായം ദർശനത്തിൽ എഹെസ്കേലിനെ ദൈവം ഉയർന്ന പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു നല്ല മനോഹരമാകുന്ന തെക്കോ ഭാഗത്ത് ഒരു മനോഹരമാകുന്ന നഗരം പണിയപ്പെട്ടതായി കാണുന്നു. അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു ദൂതൻ ഒരു പുരുഷനെ കണ്ടുമുട്ടുന്നു. ആ പുരുഷൻ്റെ കയ്യിൽ അളക്കാനുള്ള ദണ്ഡും ചരടുമുണ്ട്. തുടർന്ന് ആ പുരുഷനോടൊരുമിച്ചുള്ള യാത്രയാണ് ആലയത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കയറിയിറങ്ങി അളക്കുന്ന ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ആലയത്തിൻ്റെ 3 കവാടങ്ങൾ ഉണ്ട്. വടക്ക്, തെക്ക്, കിഴക്ക് ഈ കവാടങ്ങൾ കാണുന്നു. അതിലൂടെ അകത്തേക്ക് കടക്കുന്നു. ഈ 3 ഭാഗത്തും ഉള്ള കവാടങ്ങളുടെ അളവുകളിലും നിർമ്മാണത്തിലും കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെല്ലാം കവാടങ്ങൾക്ക് അടുത്ത് കാവൽ മുറികൾ പണിതിട്ടുണ്ട്. വടക്കും തെക്കും കിഴക്കും ദൈവത്തിൻ്റെ ക്രമത്തെയും രൂപകൽപ്പനയെയും പ്രതിഫലിപ്പിക്കുന്ന നിലയിലാണ് പണിതിരിക്കുന്നത്. അകത്തെ കവാടങ്ങൾ, അവയുടെ മുറികളുടെ ക്രമീകരണങ്ങളൊക്കെ പുറത്തെ കവാടങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ്. എല്ലാ കവാടങ്ങൾക്കും ഇടയിൽ തൂണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തൂണുകളിൽ മനോഹരമാകുന്ന പനയുടെ, ഈന്തപ്പനയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രവാസത്തിൽ സകലവും നഷ്ടപ്പെട്ട് പ്രത്യാശയില്ലാതെ കഴിയുന്ന ജനത്തെ സംബന്ധിച്ച് അവരിൽ പ്രത്യാശയും വിശുദ്ധിയും പ്രചോദിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതും സൂക്ഷ്മമായി അളന്ന ഒരു പുതിയ ആലയത്തിൻ്റെ ദർശനത്തിലൂടെയാണ് ദൂതൻ എഹെസ്കേലിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അകത്തെ പ്രാകാരത്തിൽ കവാടങ്ങളിലേക്ക് കയറുവാൻ സ്റ്റെപ്പുകളുണ്ട്. അത് 8 സ്റ്റെപ്പുകളാണ്. പുറത്തെ കവാടത്തിൽ കയറുന്നതിന് സ്റ്റെപ്പുകൾ അത് 7 ആണ്. അകത്തെ പ്രാകാരത്തിൽ നിന്ന് കവാടങ്ങളിൽ കയറുവാൻ 8-ഉം പുറത്തു നിന്ന് കയറുന്നതിനും 7-ഉമുള്ള സ്റ്റെപ്പുകളാണ് പണിതിരിക്കുന്നത്. നമ്മൾ ഈ ഭാഗത്തെല്ലാം കണ്ട 1-2 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു മുറിയും അതിൻ്റെ പ്രവേശന കവാടവും പടിവാതുക്കൽ, ഇതെല്ലാം വളരെ സെറ്റപ്പായി കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. അകത്തെ പ്രാകാരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ 38 വാക്യങ്ങൾ വായിക്കുമ്പോൾ അകത്തെ പ്രാകാരത്തിലേക്ക് കടക്കുമ്പോൾ യാഗങ്ങൾ തയ്യാറാക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനുമുള്ള മേശകളും മേശകൾ സൂക്ഷിച്ചിരിക്കുന്ന മുറികളും
യെഹെസ്കേൽ പ്രവാചകനെ ദർശനത്തിൽ കാണിക്കുന്നു. ചില യാഗങ്ങളുടെ പേരെടുത്തു പറയുന്നുണ്ട് അവിടെ. ഹോമയാഗം, പാപയാഗം, അകൃത്യയാഗം എന്നിവയെക്കുറിച്ചും പ്രത്യേകമായും പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ ഓരോ യാഗങ്ങളുടെയും പ്രാധാന്യത എടുത്തു പറയാൻ കാരണം പാപപരിഹാരത്തിന് മാത്രമല്ല, അവയുമായി ആ ബന്ധമുണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായ സമർപ്പണത്തിനും ശുദ്ധീകരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. നമ്മൾ 38 മുതൽ 43 വാക്യങ്ങൾ യാഗത്തിന്റെ ഒരു അറേഞ്ച്മെന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. വളരെ ക്രമീകൃതമായി എങ്ങനെയാണ്, എന്തെല്ലാമാണ് എന്ന് വളരെ ക്രമീകൃതമായിട്ട് 38 മുതൽ 43 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അകത്തെ ഓരോ കവാടത്തിനും പുറത്തൊരു മുറി ഉണ്ടായിരുന്നു. ഇവിടെ പുരോഹിതന്മാർ മൃഗങ്ങളെ കഴുകുമായിരുന്നു. കിഴക്കും തെക്കും കവാടങ്ങൾക്ക് പുറത്ത് 2 മേശകൾ ഉണ്ടായിരുന്നു. ഈ മേശകളിൽ പുരോഹിതന്മാർ യാഗങ്ങൾക്കുള്ള മൃഗങ്ങളെ ആ മേശമേലിട്ടാണ് കൊന്നുകൊണ്ടിരുന്നത്. വടക്കേ കവാടത്തിന് പുറത്ത് 8 മേശകൾ. ഈ 8 മേശകളിൽ പുരോഹിതന്മാർ യാഗങ്ങൾക്കുള്ള മൃഗങ്ങളെ അറക്കുമായിരുന്നു. അപ്പോൾ കിഴക്കും തെക്കും കവാടങ്ങൾക്ക് പുറത്ത് 2 മേശ, വടക്കേ കവാടത്തിൻ്റെ പുറത്ത് 8 മേശകളുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു വന്ന കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു, യാഗം അർപ്പിക്കുന്നതിന് വേണ്ടി യാഗപീഠത്തിൻ്റെ വടക്ക് വശത്തുള്ള പ്രാകാരത്തിലാണ് അറുക്കേണ്ടതെന്ന് ലേവ്യ പുസ്തകത്തിൽ യഹോവയായ ദൈവം കൊടുത്ത പ്രമാണത്തിനകത്ത് പറയുന്നുണ്ട്. യാഗം അർപ്പിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ വടക്കേ കവാടവുമായി ബന്ധിപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഈ കിഴക്കേ കവാടത്തെക്കുറിച്ച് ചില പ്രത്യേക പരാമർശങ്ങൾ ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ യെഹെസ്കേൽ പുസ്തകം 46-12 വാക്യം ഒന്ന് വായിച്ച്. യെഹെസ്കേൽ ചാപ്റ്റർ 46 വേഴ്സ് 12. എന്നാൽ പ്രഭു സ്വമേധദാനമായ ഹോമയാഗമോ സ്വമേധദാനമായ സമാധാന യാഗങ്ങളോ യഹോവയ്ക്ക് അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് തുറന്നു കൊടുക്കണം. അവൻ ശബ്ബത്ത് നാളിൽ ചെയ്യുന്നത് പോലെ തൻ്റെ മഹായാഗവും ഹോമയാഗവും സമാധാന യാഗങ്ങളും അർപ്പിക്കണം. പിന്നെ അവൻ പുറത്തേക്ക് പോകണം. അവൻ പുറത്തു പോയ ശേഷം ഗോപുരം അടയ്ക്കണം. ഓക്കെ, വടക്കേ ഗോപുരത്തിൻ്റെ അതായത് വടക്കേ ഭാഗത്താണ് യാഗം നടക്കാനുള്ള ക്രമീകരണങ്ങളുടെ ഒരുക്കങ്ങൾ. എന്നാൽ കിഴക്കേ കവാടത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രഭുവിന് വേണ്ടി ആ കിഴക്കേ കവാടം തുറന്നു കൊടുക്കും. ആ പ്രഭുവിന് മാത്രം ആ കിഴക്കേ കവാടത്തിലൂടെ കയറി പുരോഹിതന്മാർ വഴിപാടുകൾ തയ്യാറാക്കുമ്പോൾ, അവിടെ ആരാധനകൾ നടത്തുമ്പോൾ അതിലെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ആ പ്രഭു കിഴക്കേ കവാടത്തിലൂടെ തന്നെ ഇറങ്ങി പുറത്തു പോകണം. അതിനുശേഷം ആ വാതിൽ അടഞ്ഞു കിടക്കണം. ഇത് വളരെ വ്യക്തമായി ഈ യെഹെസ്കേൽ പുസ്തകം 46-12 പറയുന്നുണ്ട്.
ഞാൻ കഴിഞ്ഞ നിങ്ങളോട് പറഞ്ഞായിരുന്നു, കിഴക്കേ കവാടത്തെക്കുറിച്ച് വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങൾ വേദപുസ്തകത്തിന്റെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഈ രാത്രി ഒന്ന് പറയാൻ താല്പര്യപ്പെടുന്നു. കിഴക്കേ വാതിലും അത് തുറക്കേണ്ടത് പ്രഭുവിന് വേണ്ടി തുറന്നു കൊടുക്കാം. അത് പ്രഭു പോയതിനു ശേഷം ആ വാതിൽ അടഞ്ഞു കിടക്കണം. അപ്പോൾ കിഴക്കേ വാതിലും യേശുക്രിസ്തുവുമായി ചരിത്രപരമായും പ്രവചനപരമായും വലിയ ബന്ധമുണ്ട്. നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. കർത്താവിൻ്റെ ഭാവിയിലുള്ള അവൻ്റെ രണ്ടാം വരവ്, കർത്താവിൻ്റെ ഭരണം, ഇതെല്ലാം പ്രാവചനികമാകുന്ന ആ ബന്ധത്തിൽ പ്രവചനമാകുന്ന നിലയിൽ നിവർത്തിക്കപ്പെടാനുള്ളതാണ്. അതിന് ഈ കിഴക്കേ വാതിലുമായിട്ട് ബന്ധമുണ്ട്. ഞാനത് പുറകാലെ പറഞ്ഞു തരാം. ഒരിക്കൽ യേശു ഈ യെരുശലേമിൽ പ്രവേശിച്ചിരുന്നു. അത് വചനത്തിൽ കാണുന്ന ഒരു പ്രവചനത്തിന് നിവർത്തീകരണമായിട്ടായിരുന്നു. യേശു ആദ്യം കഴുതപ്പുറത്ത് കിഴക്കേ കവാടത്തിലൂടെ ഒരു പാം സൺഡേയിൽ, അഥവാ ഒരു ഓശാന ഞായറാഴ്ച, നമ്മൾ ഞായറാഴ്ച എന്ന് പറയപ്പെടുന്നു, ഓശാന ദിവസം കവാടത്തിലൂടെ യെരുശലേമിലേക്ക് പ്രവേശിച്ചു എന്നും നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രവേശിച്ചു യേശുവിന് രണ്ടാം വരവ് ഈ ഒരു പ്രതീകാത്മകമാകുന്ന പ്രവേശന കവാടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇനിയും യഹൂദന്മാരുടെ പാരമ്പര്യത്തിലേക്ക് നമുക്ക് പോകാം. അവർ ചിന്താഗതി, കിഴക്കേ കവാടത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്താഗതി എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ക്രൈസ്തവ വീക്ഷണത്തിലേക്ക് നമുക്ക് പോകാം. ചരിത്രപരമായി പ്രവചനപരമായും യഹൂദന്മാരുടെ ചിന്താഗതിയിൽ കിഴക്കേ കവാടവുമായി മശിഹയ്ക്ക് വളരെ ബന്ധമുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിന് എന്ന് പറയുമ്പോൾ അവർ മശിഹ എന്നാണ് അവർ പറയുകയും വിശ്വസിക്കുകയും ചെയ്തത്. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് കരുണയുടെ കവാടം അല്ലെങ്കിൽ സുവർണ കവാടം, ഗോൾഡൻ ഗേറ്റ് അഥവാ മേഴ്സി ഓഫ് ഗേറ്റ്, കരുണയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഈ കിഴക്കേ കവാടത്തെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ യഹൂദന്മാരുടെ ചരിത്രത്തിലൂടെ പാരമ്പര്യമനുസരിച്ച് ഗോൾഡൻ ഗേറ്റ് എന്നും മേഴ്സി ഗേറ്റ് എന്നും ഒക്കെ വിളിക്കുന്നത് കിഴക്കേ കവാടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കിഴക്കേ കവാടം മശിഹയുടെ പ്രവേശന കവാടമായിട്ടും അവർ അതിനെ വിശ്വസിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, അതുകൊണ്ട് യഹൂദന്മാർ വിശ്വസിക്കുന്നത് തങ്ങളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ, അവരിങ്ങനെ ചിന്തിക്കുന്നു, ഞങ്ങളുടെ മശിഹ വരും വരും വരും, ലോകചരിത്രത്തിൽ ഞങ്ങൾക്ക് രാജ്യം സ്ഥാപിച്ചു തരുമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്ത ഒരു വലിയ കൂട്ടം യഹൂദന്മാർ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ പൂർവ്വപിതാക്കന്മാർ, അവർ കാത്തിരുന്നെങ്കിലും മശിഹയെ കാണുവാൻ കഴിഞ്ഞില്ല. അവർ പ്രതീക്ഷിക്കുന്ന പോലെ മശിഹ ഒട്ട് വന്നുമില്ല.
അതുകൊണ്ട് അവർ മരിച്ചപ്പോൾ അവരുടെ വിശ്വാസം ഒലിവ് മലയുടെ അടിവാരത്ത് ഇവരെ കൊണ്ട് അടക്കം ചെയ്യും. മരിച്ചവരെ കൊണ്ടുപോയി. അവരുടെ വിശ്വാസം യെരുശലേം ദേവാലയത്തിൻ്റെ കിഴക്കേ കവാടത്തിൻ്റെ ഓപ്പോസിറ്റായി കിഴക്കേ മല എന്നറിയപ്പെടുന്ന ഒലിവ് മല, കിഴക്കേ കവാടത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്ന, കിഴക്കേ ഭാഗത്ത് നിൽക്കുന്നതാണ് ഒലിവ് മല. ആ ഒലിവ് മല യുടെ അടിവാരത്താണ് കഴിഞ്ഞ കാലങ്ങളിൽ മശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് മരിച്ചുപോയ യഹൂദന്മാരെ അടക്കിയിട്ടുണ്ട്. അവരുടെ വിശ്വാസം ഇങ്ങനെയാണ്: അവരെ മശിഹ ഒലിവ് മലയിൽ ഇറങ്ങി വരും, ഒലിവ് മല പിളർക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ കാത്തിരുന്ന, മശിഹയെ കാത്തിരുന്ന മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കന്മാർ മശിഹയുടെ വരവിങ്കിൽ മശിഹ രാജാവായി വരുമ്പോൾ, ആ ഭാഗത്തോട് വരുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേറ്റിട്ട് മശിഹയോടൊപ്പം ഈ കിഴക്കേ കവാടത്തിലൂടെ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമെന്നാണ് യഹൂദൻ്റെ വിശ്വാസവും പ്രത്യാശയും ആഗ്രഹവും എല്ലാം അത് തന്നെയാണ്. അതാണ് യഹൂദനെ സംബന്ധിച്ചുള്ള കിഴക്കേ കവാടത്തിൻ്റെ പ്രത്യേകത. അവർ വിശ്വസിക്കും ഞങ്ങളുടെ മശിഹ വരും. ചരിത്രത്തിൻ്റെ ഏടിൽ, ചരിത്രത്തിൻ്റെ നടുവിൽ ഞങ്ങളുടെ മശിഹ വന്നിട്ട് ഞങ്ങളുടെ രാജ്യം സ്ഥാപിച്ചു തരുമ്പോൾ അവന് കിഴക്കേ കവാടത്തിനടുത്തുള്ള ഒലിവ് മലയിലേക്ക് ഇറങ്ങി വരികയും ആ കൂട്ടത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഉയർത്തെഴുന്നേറ്റിട്ട് ഈ മശിഹയോട് ഒരുമിച്ച് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ ആലയത്തിൻ്റെ അകത്ത് പ്രവേശിച്ച് ഈ ഭരണത്തിൽ പങ്കാളികളായി തീരുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്നും യെരുശലേമിൽ തീർത്ഥാടന യാത്ര നടത്തുന്ന പ്രിയപ്പെട്ടവർ പറയപ്പെടുന്നത് അവിടെ ഒരു വിലാപം അതിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. യെരുശലേം ദേവാലയത്തിൻ്റെ ഏതോ ഒരു ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത്. AD 70 ആലയം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടെങ്കിലും ഒരു മതിലിൻ്റെ ഏതാണ്ട് ചെറിയ ഭാഗം അവിടെ നിൽപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നും യഹൂദന്മാർ ആ മതിലിൽ പോയിട്ട് തലയടിച്ച് പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും അവരുടെ ആയിരിക്കുന്ന ആവശ്യങ്ങൾ പേപ്പറിൽ എഴുതി ആ ഭിത്തിക്കുള്ളിൽ ഇങ്ങനെ കല്ലുകൾക്കിടയിലെല്ലാം കുത്തിക്കയറ്റി വെക്കുകയും ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിലാപം മതിലിന് ഒരു കൊച്ചു ഗേറ്റ് ഉണ്ടെന്ന് കേട്ടു. ആ ഗേറ്റ് ആരും ഇതുവരെ തുറന്നിട്ടില്ല. തുറക്കാൻ ഒക്കാതെ വണ്ണം അത് അടഞ്ഞു കിടക്കുകയാണ്. ഇത്രയും വർഷമായിട്ടും ആരും ഇതുവരെ തുറക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം അവരുടെ വിശ്വാസം ഇങ്ങനെയാണ്: അതിനകത്ത് പ്രവേശിക്കാൻ യോഗ്യതായത് ഞങ്ങളുടെ മശിഹയാണ്. മശിഹ വരുമ്പോൾ മാത്രമേ ആ വാതിൽ തുറക്കപ്പെടുത്തുള്ളൂ എന്ന് അവർ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഇതാണ് യഹൂദന്മാരെ സംബന്ധിച്ച് കിഴക്കേ കവാടത്തെക്കുറിച്ചുള്ള അവരുടെ പ്രത്യാശ. ഇനിയും വിശ്വാസികളാകുന്ന, കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്ത് ജീവിക്കുന്ന ഭക്തന്മാരായിരിക്കുന്ന മക്കളെ സംബന്ധിച്ചുള്ള അവരുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ, യേശു തൻ്റെ ആദ്യ വരവിങ്കിൽ കഴുതപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് പ്രവേശിച്ചു. അതൊക്കെ കിഴക്കേ കവാടത്തിലൂടെ ആയിരുന്നു എന്ന് പഠിപ്പിക്കുന്നു. വീണ്ടും കർത്താവിൻ്റെ രണ്ടാം വരവെങ്കിൽ അവൻ രാജാവായി വരുമ്പോൾ വീണ്ടും ആ കവാടത്തിലൂടെ തന്നെ ആയിരിക്കും പ്രവേശിക്കുന്നതെന്നും വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസപ്രകാരം ആ പാം സൺഡേയിൽ കഴുതക്കുട്ടിയുടെ പുറത്തു കയറി യെരുശലേമിലേക്ക് പ്രവേശിച്ചതിലൂടെ സക്കറിയാവിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞ ആ പ്രവചനം നിവർത്തിക്കപ്പെട്ടു എന്ന്, ഭാഗികമായി നിവർത്തിക്കപ്പെട്ടു എന്ന്
ക്രൈസ്തവ വിശ്വാസികളായി നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് യെഹെസ്കേലിനകത്തേക്ക് നമുക്ക് പോകാം. യെഹെസ്കേൽ പറയുന്ന 44 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യെഹെസ്കേൽ ചാപ്റ്റർ 44 വേഴ്സ് 2. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, അതും ആരും അതിൽ കൂടി കടക്കരുത്. മിസ്രയീമിന്റെ ദൈവമായ യഹോവ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. ഇവിടെ യെഹെസ്കേൽ കണ്ട ദർശനത്തിൽ പറയുന്നു, കിഴക്കേ കവാടത്തിലൂടെ കർത്താവ് ആലയത്തിനകത്ത് പ്രവേശിച്ചതിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് പ്രവാചകൻ യെഹെസ്കേൽ ഭാഗം വിവരിക്കുന്നത്. ഈ കവാടത്തിൽ മശികയുമായി ബന്ധമുള്ളതിനാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്ന ഒരു പ്രവചനമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ആർക്കും പ്രവേശിക്കുവാൻ അധികാരമില്ലാത്തതിനാൽ, അവകാശമില്ലാത്തതിനാൽ ഈ വാതിൽ അടച്ചിട്ടിരിക്കണം. ഇനി യെഹെസ്കേൽ കണ്ട ആ ദർശനവും യഹൂദൻ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസവും ക്രിസ്തീയ വിശ്വാസികളാകെ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസമെല്ലാം കൂടെ ചേർത്തിണക്കി നമ്മൾ പഠിക്കുമ്പോൾ, ഒന്ന് സക്കറിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു, ആലയത്തിനകത്തേക്ക് വരുന്നതിനെ കുറിച്ച് പഠിച്ചു. അത് തന്നെ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ നിവർത്തിക്കപ്പെട്ടതായി നമ്മൾ കണ്ടു. എന്നാൽ അന്ന് യേശു കയറിയതിനു ശേഷം പിന്നീട് ആരും ആ വാതിലിലൂടെ പ്രവേശിച്ചിട്ടില്ല എന്നും ആ വാതിൽ എന്നേക്കുമായി സീൽ ചെയ്യപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് 2 അഭിപ്രായമുണ്ട്. ഒന്ന്, അതുവഴിയാണ് മശിക വരേണ്ടതെന്നും അതുവഴി മശിക കയറുമെന്നും മനസ്സിലാക്കിയ ജാതികളായിരിക്കുന്നവർ അതിനകത്ത് മശിക പ്രവേശിക്കാതെ വണ്ണം അത് അടച്ചു വെച്ചു എന്നും ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. എന്നാൽ നമുക്ക് നന്നായിട്ടറിയാം, കർത്താവിൻ്റെ മടങ്ങി വരവ് ഇതുവരെ ആയിട്ടില്ല. അത് കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ കർത്താവിന് പ്രവേശിക്കാനുള്ള, യെരുശലേമിലേക്ക് പ്രവേശിക്കാനുള്ള രാജാതി രാജാവായി, കർത്താതി കർത്താവായി അവൻ ഇറങ്ങി വരുമ്പോൾ, പ്രവേശിക്കുമ്പോൾ മാത്രമേ ആ വാതിൽ തുറക്കപ്പെടുകയുള്ളൂ. അതുവരെ ആ വാതിൽ അടഞ്ഞു കിടക്കും. ഇനി ആരെല്ലാം അതിനെ എതിർത്താലും ശരി, ഇല്ല എതിർത്തില്ലെങ്കിലും ശരി, ആ വാതിൽ അടഞ്ഞു കിടക്കും. എന്നാൽ നാമും വിശ്വസിക്കുന്ന പോലെ, യഹൂദൻ വിശ്വസിക്കുന്ന പോലെ, മശിക തമ്പുരാൻ തൻ്റെ ദൂത സന്നാഹത്തോടുകൂടെ തന്നെ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ആ ഒലിവുമല 2ആയി പിളർക്കപ്പെടുമ്പോൾ, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കപ്പെടുമ്പോൾ അവർ ആ കിഴക്കേ വാതിലിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നതെന്നാണ് യഹൂദന്മാർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ വിശ്വാസവും അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് തൻ്റെ ഭരണം നടത്തുവാൻ ഇറങ്ങി വരുന്നൊരു ദിവസമുണ്ട്. അന്ന് ഈ വാതിലകത്തൂടെയാണ് പ്രവേശിക്കുവാൻ വേണ്ടി പോകുന്നത്. ഇതിനെക്കുറിച്ച് പ്രവചനാത്മാവിൽ 24 സങ്കീർത്തനത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വിളിച്ചു പറയും നമ്മൾ കണ്ടിട്ടുണ്ട്. സങ്കീർത്തനം 24 7 മുതൽ 10 വാക്യങ്ങൾ പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വൻ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിൻ രാജാവാർ. ഇത് എഴുതുമ്പോൾ പല രാജാക്കന്മാരും പ്രവേശിച്ചെങ്കിലും അതിന് യോഗ്യനായവൻ ഇറങ്ങി വരുവാൻ സമയമായി. ഇറങ്ങി വരുമ്പോൾ വിളിച്ചു പറയുകയാണ്, വാതിലുകളെ തലകളെ ഉയർത്തുവീൻ, അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ, പാരമ്പര്യത്തിൻ്റെ വാതിലുകളെ, പുരാതന കഥകളായിരിക്കുന്ന വാതിലുകളെ തുറക്കുവീൻ, മശിക എഴുന്നള്ളി വരുന്നു, അവന് പ്രവേശിക്കാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു പ്രവചന ഭാഗമാണിത്.
പാരമ്പര്യ യഹൂദ പാരമ്പര്യമേ, വാതിൽ തുറക്കുവീൻ, മശിക പ്രവേശിക്കട്ടെ. നാളുകളായി അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തലകളെ ഉയർത്തുവീൻ, മഹത്വത്തിൻ രാജ പ്രവേശിക്കട്ടെ. അവിടെ ചോദിക്കുന്നത് മഹത്വത്തിൻ രാജാവ് ആരാണ്? ബലവാനും വീരനുമായ യുദ്ധവീരനായ യഹോവ തന്നെ. പിന്നെയും പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ രാജാവ് പ്രവേശിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു പ്രത്യാശയുടെ ഒരു വലിയ ദൂത് അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നു. നമ്മുടെ കർത്താവ് രാജാതി രാജാവായി ഇറങ്ങി വരുമ്പോൾ നാം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന യെഹെസ്കേൽ കണ്ട ഈ ആലയത്തിൻ്റെ കിഴക്കേ കവാടം അന്ന് തുറക്കപ്പെടും. ഇവിടെ വായിച്ചല്ലോ, അത് ആർക്കും തുറന്നു കൊടുക്കുവാൻ പാടില്ല, അതിലൂടെ യഹോവ പ്രവേശിച്ച വാതിലാണ്. എന്നാൽ മോശയ്ക്ക് പ്രമാണം കൊടുത്ത കാലഘട്ടം തൊട്ട് പറയുന്നു, കിഴക്കേ കവാടം തുറന്നു കൊടുക്കേണ്ട പ്രഭുവിന് മാത്രമേ തുറന്നു കൊടുക്കാൻ പാടുള്ളൂ. ആരാണ് പ്രഭു? ദാവീദല്ല പ്രഭു, ദാവീദിന് സന്താന പരമ്പരയിൽപ്പെട്ട ശലോമോനല്ല പ്രഭു, അതിനൊക്കെ മീതെയുള്ളതായ ദാവീദിന് സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റൊരു യേശു ക്രിസ്തുവുണ്ട്, മശികയാകുന്ന ക്രിസ്തുവുണ്ട്. അവൻ വരുന്നൊരു ദിവസമുണ്ട്, അന്ന് മാത്രമേ ഈ കതവ് തുറക്കത്തുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രത്യാശ വർദ്ധിക്കട്ടെ. എൻ്റെ കർത്താവ് വരുവാൻ സമയമായി. എൻ്റെ കർത്താവ് വരുമ്പോൾ, അവൻ രാജാതി രാജാവായി വരുമ്പോൾ, ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ ഈ 40-41 അധ്യായങ്ങളിൽ പറയുന്ന അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രവേശന കവാടം അവന് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശ വർദ്ധിക്കട്ടെ. ആ പ്രത്യാശയുടെ ദൈവം നമ്മുടെ ഉള്ളങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കിഴക്കേ കവാടത്തെക്കുറിച്ച് വിശദീകരണം ഞാൻ അവിടെ നിർത്തുകയാണ്. നാം വീണ്ടും നമ്മൾ പഠിച്ച ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നത് വേറെ ചില കൽപ്പലകകൾ കൂടെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പുരോഹിതന്മാരുടെ ഉപകരണങ്ങൾ ഈ മേശകളിൽ സൂക്ഷിക്കുമായിരുന്നു. മൃഗങ്ങളെ അറക്കുവാനും മറ്റും ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അതിന്മേൽ അവർ സൂക്ഷിക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ പഴയ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള യാഗങ്ങളൊക്കെ പാപത്തിന് വേണ്ടി നടത്തിയിരുന്നെങ്കിലും ഈ യാഗങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. ആമേൻ, വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാൽവറി മരണ യാഗത്തെക്കുറിച്ചാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ ഇറങ്ങി വന്ന ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെക്കുറിച്ചാണ് ഈ യാഗപീഠങ്ങൾ ഒന്നടങ്കം ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്ക് 44 മുതൽ 46 വാക്യങ്ങൾ ഒന്ന് വായിച്ച്, 40-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 46 വരെ വാക്യങ്ങൾ. അകത്തെ ഗോപുരത്തിന് പുറത്ത് അകത്തെ പ്രാകാരത്തിൽ തന്നെ 2 മണ്ഡപം ഉണ്ടായിരുന്നു. ഒന്ന് വടക്കേ ഗോപുരത്തിന്റെ പാർശ്വത്ത് തെക്കോട്ട് ദർശനമുള്ളതായിരുന്നു. മറ്റേത് തെക്കേ ഗോപുരത്തിന്റെ പാർശ്വത്ത് വടക്കോട്ട് ദർശനമുള്ളതായിരുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത്, തെക്കോട്ട് ദർശനമുള്ള ഈ മണ്ഡപം ആലയത്തിന്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത്, വടക്കോട്ട് ദർശനമുള്ള മണ്ഡപം യാഗപീഠത്തിന്റെ വിചാരകന്മാരായ പുരോഹിതന്മാർക്കുള്ളത്. ഇവർ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അടുത്തു ചെല്ലുന്ന ലേവ്യരിൽ സാദോക്കിന്റെ പുത്രന്മാരാകുന്നു. ഓക്കെ, ഈ 2 മുറികളും അകത്തെ ഏരിയയിൽ കൊടുത്തിരിക്കുന്നതാണ്. ഒന്ന് വടക്കേ കവാടത്തിനടുത്തുള്ളതും മറ്റൊന്ന് തെക്കേ കവാടത്തിനടുത്തുമായിരുന്നു. തെക്കേ കവാടത്തിനടുത്തുള്ള മുറി ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്കുള്ളതായിരുന്നു.
വടക്കേ കവാടത്തിനടുത്തുള്ള മുറി യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. ഈ മുറികൾ രണ്ട് തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവർക്കും, മറ്റൊന്ന് യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരെ കുറിച്ചുമാണ്. അതായത് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ യാഗനിർവഹണത്തിന് മാത്രമല്ല, ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തെ സ്തുതിക്കുന്നതിനുമായി സംഗീതം നയിക്കുന്നതിനും ഒക്കെ സേവനമനുഷ്ഠിച്ചിരുന്ന പുരോഹിത കുടുംബങ്ങൾ. അതായത് ഇനി ആലയത്തിന് ചുമതലയുള്ള പുരോഹിതന്മാർ, ഗായകരെ കൂടാതെ ആലയത്തിൻ്റെയും അതിൻ്റെ ഭരണത്തിൻ്റെയും അതിൻ്റെ കാവൽക്കാരും മേൽനോട്ടവും ഒക്കെ നയിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അതാണ് ആലയത്തിൻ്റെ അകത്ത് ശുശ്രൂഷ ചെയ്ത പുരോഹിതന്മാർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റേത് എടുത്തു പറയുന്നു, അവർ യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരെന്ന് പറയുന്നു. ഇനിയും ആ പുരോഹിതന്റെ പേര് പറയുന്നുണ്ട്. സാദോക്കിന്റെ കുടുംബത്തിൽ പെട്ടവരായിരുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട്. 44 അധ്യായത്തിൽ ദൈവം സാദോക്കിനെ തെരഞ്ഞെടുത്തതിന് കാരണം യെഹെസ്കേൽ വിശദീകരിക്കുന്നുണ്ട്. ദൈവം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ആ ഭാഗം നമുക്ക് പഠിക്കാം. ഇനി 47 വാക്യം ഒന്ന് വായിച്ചേ. 47 വാക്യം. അവൻ പ്രാകാരത്തെ അളന്നു, അത് 100 മുഴം നീളവും 100 മുഴം വീതിയും ഇങ്ങനെ ചതുരാശ്രയമായിരുന്നു. യാഗപീഠമോ ആലയത്തിന്റെ മുൻവശത്തായിരുന്നു. ഓക്കെ, ഈ 47 വാക്യത്തിൽ 100 മുഴം എന്ന് പറയുമ്പോൾ അത് അടിക്കണക്കാകുമ്പോൾ 175 അടി നീളവും 175 അടി വീതിയുമുള്ള ഒരു സമചതുരം. അത് 53.8 മീറ്റർ നീളവും 53.8 മീറ്റർ വീതിയുമുള്ള സമചതുരത്തിലുള്ള ഒരു സ്ഥലം. ഈ വാതിൽപ്പടിയിൽ കരികെയുള്ള തൂണുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഇപ്പുറത്തും ഒന്ന് അപ്പുറത്തുമായി തൂണുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ശലോമോൻ പണിത ആലയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയും ഏകദേശം ഇങ്ങനെയുള്ള 2 തൂണുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതറിയണമെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 7 അധ്യായത്തിൻ്റെ 21 വാക്യം ഒന്ന് വായിക്കാം. 1 Kings chapter 7 verse 21. Yeah. Okay. അങ്ങനെ തന്നെ അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മണ്ഡപത്തിക്കൽ നിർത്തി. അവൻ വലത്തെ സ്തംഭം നിർത്തി അതിന് യാഖീൻ എന്നും, ഇടത്തെ സ്തംഭം നിർത്തി അതിന് ബോവാസ് എന്നും പേരിട്ടു. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 2 സ്തംഭങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ശലോമോൻ പണിത ആലയത്തിൻ്റെ അകത്തും 2 സ്തംഭങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നിൻ്റെ പേര് യാഖീൻ എന്നും മറ്റൊന്ന് ബോവസ് എന്നുമാണ്. അപ്പോൾ ശലോമോൻ പണിത ആലയവുമായി ഏകദേശം ബന്ധമുള്ള നിലയിലാണ് ഇവിടെ യെഹെസ്കേൽ കണ്ട ആലയവും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് അതിന് 47 മുതൽ 49 വാക്യങ്ങൾ, 48 മുതൽ വാക്യങ്ങൾ, 48, 49 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. പിന്നീട് അവൻ എന്നെ ആലയത്തിന്റെ പൂമുഖത്ത് കൊണ്ടുചെന്നു. അവൻ പൂമുഖത്തിന്റെ മുറി ചുവർ അളന്ന് ഇപ്പുറത്തുള്ളത് 5 മുഴം, അപ്പുറത്തുള്ളത് 5 മുഴം. മുറി ചുവരിന്റെ വീതിയോ ഇപ്പുറത്ത് 3 മുഴവും അപ്പുറത്ത് 3 മുഴവും ആയിരുന്നു. പൂമുഖത്തിന്റെ നീളം 20 മുഴം, വീതി
12 മുഴം. അതിലേക്ക് കയറുവാനുള്ള പതനം 10. ചുവരുകൾക്കരികെ ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നുമായി തൂണുകൾ ഉണ്ടായിരുന്നു. ഓക്കെ. ഈ അകത്തെ പ്രാകാരത്തിൻ്റെ വഴിയും അതിൻ്റെ പ്രാകാരവുമാണ് അളക്കുന്നത്. അവിടെ ബലിപീഠം ആലയത്തിൻ്റെ മുൻഭാഗത്ത് ഉണ്ട്. നമുക്കറിയാം, സമാഗമന കൂടാരത്തിലും ശലോമോന്റെ ആലയത്തിലും യാഗപീഠം മാത്രമല്ലായിരുന്നു, യാഗപീഠത്തോട് ചേർന്ന് കഴുകാനുള്ള തൊട്ടി ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് കയറുമ്പോൾ മേശ അപ്പം വെച്ചിരിക്കുന്ന മേശയുണ്ടായിരുന്നു, ധൂപപീഠമുണ്ടായിരുന്നു, കബരവിളക്കുണ്ടായിരുന്നു. അതൊന്നും ഈ ഭാഗത്ത് വിശദീകരിക്കുന്നില്ല. ഇവിടെ വിശദീകരിക്കുന്ന യാഗപീഠത്തെക്കുറിച്ച് മാത്രമേ ഈ ഭാഗത്ത് വിശദീകരിക്കുന്നുള്ളൂ. അപ്പോൾ കഴുകുന്നുള്ള തൊട്ടിയെക്കുറിച്ചോ മുൻകാലത്തിലെ ആലയത്തെ ചില സവിശേഷതകളെക്കുറിച്ചോ ഒന്നും പരാമർശിക്കുന്നില്ലെങ്കിലും യാഗങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് പറയുന്നുണ്ട്. അവിടെ വായിക്കുന്ന, എന്നെ ആലയത്തിൻ്റെ പൂമുഖത്തേക്ക് കൊണ്ടുവന്നു. എഹെസ്കേലിന്റെ വഴികാട്ടിയായിരിക്കുന്ന പുരുഷൻ ആലയത്തിൽ തന്നെയൊക്കെ അവനെ കൊണ്ടുവന്നു. അതിന് പ്രത്യേകമായ അളവുകളും ഉണ്ടായിരുന്നു. അതിന്റെ വിശദീകരണത്തെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. ഇതിവിടെ പറയുന്നതോടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് വെറും ഒരു സ്പിരിച്വലായിട്ടോ ഒരു പ്രതീകാത്മകമായ ഒരാലയത്തിൻ്റെ കുറിച്ചല്ല ഇത് പറയുന്നത്. ഇത് നിശ്ചയമായും ഇത് സംഭവിക്കപ്പെടുവാൻ പോകുന്ന ഒന്നിനെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞു നിർത്തുമ്പോൾ ഇങ്ങനെ വായിക്കുന്ന, ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നുമായി തൂണുകൾ ഉണ്ടായിരുന്നു പറഞ്ഞു നിർത്തുന്നു. ഇനി അടുത്തുള്ള അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ആലയത്തിൻ്റെ അകത്തേക്കുള്ള വിശുദ്ധ മന്ദിരം, അതിപരിശുദ്ധ സ്ഥലം എന്നീ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈ അധ്യായത്തിൻ്റെ അകത്ത് ആലയത്തിന് ചുറ്റുമുള്ള കാര്യാദികളെക്കുറിച്ചും കവാടങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് നമ്മളെ ആലയത്തിനകത്ത് വരെ കയറ്റിയിട്ടില്ല, പ്രാകാരത്തിനകത്ത് നിർത്തുന്നേ ഉള്ളൂ. ഈ അധ്യായം ഇവിടെ അവസാനിപ്പിച്ച് ഇനിയും അടുത്ത അധ്യായം പ്രവേശിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. ഞാൻ ദൈവം അനുസരിച്ച് അടുത്ത ആഴ്ചയിൽ 41 അധ്യായം നമുക്ക് തുടങ്ങാം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇവിടെ വരുമ്പോഴും ആലയത്തിൻ്റെ അകത്ത് യാഗപീഠത്തെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും അതിനകത്ത് പുരോഹിതന്മാർക്കുള്ള മുറികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കാരണം ഏത് കാലഘട്ടത്തിലും പാപത്തിന് താൽക്കാലികമാകുന്ന ഒരു പരിഹാരം നടത്തിയതല്ലാതെ ഈ മൃഗങ്ങളെ കൊണ്ടൊന്നും പൂർണ്ണമാകുന്ന ഒരു പരിഹാരം നടത്താതിരുന്നപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കാൽവരി മരണത്തിലൂടെ എന്നേക്കുമാകുന്നൊരു പരിഹാരം കൽപ്പിച്ചു, നമുക്ക് ലഭിച്ചു. മറ്റാർക്കും കിട്ടാത്തതായ ഒരു വലിയ സൗഭാഗ്യം ദൈവം നമുക്ക്, നമ്മുടെ തലമുറകൾക്കും ദൈവം തന്നു. നമുക്കത് അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ഇന്നും യഹൂദന് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടും ഇന്നും ഇവൻ ഇരുട്ടിൽ തപ്പി നടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കണ്ണു തുറന്ന് നമുക്ക് വേണ്ടി കാൽവറിൽ മരിച്ച രക്ഷകനെ കുറിച്ച് നമുക്ക് കാണുവാനും ആ രക്ഷകനിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാപിപ്പാനുള്ള ഭാഗ്യം കൃപയാൽ നമുക്ക് ദൈവം സമ്മാനിച്ചു. മറ്റൊന്ന്, ഈ കവാടങ്ങൾ എടുത്തു പറയുമ്പോൾ, കിഴക്കേ കവാടത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അടഞ്ഞു കിടക്കണം. അതിനകത്ത് പ്രവേശിക്കാൻ യോഗ്യനായവൻ വരും, അന്ന് മാത്രമേ അത് തുറക്കാവൂ. എടുത്തു പറയുന്നൊരു കാര്യം, അതിന് യോഗ്യനായവൻ,
നമ്മുടെ മശിക വരും. യഹൂദന്മാർ വിശ്വസിക്കുന്ന പോലെ, ക്രൈസ്തവർ വിശ്വസിക്കുന്ന പോലെ നമ്മുടെ മശിക വരും. കിഴക്കേ വാതിൽ പ്രവേശിക്കുമ്പോൾ അന്ന് ഈ വാതിൽ തുറക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ആ ഭരണം, നീക്കം വരാത്ത രാജ്യവാഴ്ച നടത്തുവാൻ പോകുന്ന കർത്താവ്, സമ്പൽ സമൃദ്ധിയുടെയും സോഷ്യലിസത്തിൻ്റെയും ഒക്കെ നന്നായി ഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് നടത്താൻ പോകുന്ന ഭരണം അനുഗ്രഹിക്കപ്പെട്ട ഭരണമാണ്. ആ ഭരണം രാജാവായി പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത് ഈ കിഴക്കേ വാതിലൂടെയാണ്. അതുകൊണ്ട് പ്രത്യാശയിലൂടെ, ദൈവത്തെ കാണാമെന്നുള്ള പ്രത്യാശയോടെ, എനിക്കും ഒരുങ്ങണമെന്നുള്ള പ്രത്യാശയോടെ, എനിക്കും കർത്താവിനോടൊപ്പം ആ രാജവാഴ്ചയിൽ ആയിത്തീരണമെന്നുള്ള ഒരുക്കത്തോടുകൂടെ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, അതിനായി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.